ഇസ്രായേൽ ഇറാൻ സംഘർഷം രണ്ടാം മാസത്തിലേക്ക് കടക്കുന്നതിനിടെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്നും 6 ലക്ഷത്തിലധികം യാത്രക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങിയതായി ഇന്ത്യൻ സർക്കാരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. യുഎഇയിൽ ഇന്നലെ പരിക്കേറ്റ ഇന്ത്യൻ പൗരനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും അദ്ദേഹം നൽകി. മേഖലയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ, ക്ഷേമം എന്നിവ സർക്കാരിന്റെ പരമപ്രധാനമായ മുൻഗണനയായി തുടരുന്നുവെന്നും അദ്ദേഹം അടിവരയിട്ടു. വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ ദേശീയ തലസ്ഥാനത്ത് നടന്ന അന്തർ മന്ത്രാലയ ബ്രീഫിംഗിൽ അപ്ഡേറ്റ് പങ്കിടുകയും ചെയ്തു. ഫെബ്രുവരി 28 മുതൽ ഏകദേശം 6,24,000 യാത്രക്കാർ ഈ മേഖലയിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. യുഎഇക്കും ഇന്ത്യക്കുമിടയിലുള്ള പ്രവർത്തനപരവും സുരക്ഷാപരവുമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ വിമാന കമ്പനികൾ പരിമിതമായ ഷെഡ്യൂൾ ചെയ്യാത്ത വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് തുടരുന്നു. ഇന്ന് യുഎഇയിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഏകദേശം 90 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മഹാജൻ പറഞ്ഞു. സൗദി അറേബ്യയിലെ ഒമാനിലെയും വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വിമാന സർവീസുകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തർ വ്യോമാതിർത്തി ഭാഗികമായി തുറന്നിരിക്കുന്നതിനാൽ ഖത്തർ എയർവേസ് ഇന്ന് ഇന്ത്യയിലേക്ക് ഏകദേശം 8 മുതൽ 10 വരെ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നു. കുവൈറ്റിലെ ജസീറ എയർവേസും ബഹ്റൈനിലെ ഗൾഫ് എയറും സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഷെഡ്യൂൾ ചെയ്യാത്ത വാണിജ്യ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. ഇത് കുവൈറ്റിൽ നിന്നും ബഹ്റൈനിൽ നിന്നുമുള്ള ഇന്ത്യൻ പൗരന്മാരുടെ യാത്ര സുഗമമാക്കുന്നു. വിമാന നിയന്ത്രണങ്ങളും വ്യോമാതിർത്തി അടച്ചിടലും കാരണം ഇറാനിൽ നിന്നും അർമേനിയ, അസർബൈജാൻ വഴി ഇന്ത്യയിലേക്കും, ഇസ്രായേലിൽ നിന്നും ഈജിപ്റ്റ്, ജോർദാൻ വഴി ഇന്ത്യയിലേക്കും, ഇറാഖിൽ നിന്നും ജോർദാൻ, സൗദി അറേബ്യ വഴി ഇന്ത്യയിലേക്കും, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നും സൗദി അറേബ്യ വഴി ഇന്ത്യയിലേക്കും ഇന്ത്യൻ പൗരന്മാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നത് തുടരുമെന്ന് അഡീഷണൽ സെക്രട്ടറി അറിയിച്ചു. ബുധനാഴ്ച യുഎഇയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് ഒരു ഇന്ത്യൻ പൗരന് പരിക്കേറ്റ സംഭവത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് പങ്കുവച്ചുകൊണ്ട് മഹാജൻ പറഞ്ഞു. ഇന്നലെ യുഎഇയിലെ ഉമ്മുൽ ഖുവൈനിൽ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരന് പരിക്കേറ്റിരുന്നു. അദ്ദേഹം നിലവിൽ ഒരു പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ ഇന്ത്യൻ പൗരന് ഞങ്ങളുടെ കോൺസുലേറ്റ് എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൽ തൗബ് പ്രദേശത്തെ ഒരു വ്യാവസായിക കേന്ദ്രത്തിന് സമീപം തടഞ്ഞു നിർത്തപ്പെട്ട ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് ഒരു ഇന്ത്യൻ പൗരന് പരിക്കേറ്റതായി ഉമ്മൽ ഖുവൈൻ ഗവൺമെന്റ് മീഡിയ ഓഫീസിനെ ഉദ്ധരിച്ച് ബുധനാഴ്ച ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഗൾഫിലും പശ്ചിമേഷ്യൻ മേഖലയിലും വളർന്നുവരുന്ന സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മേഖലയിലെ വലിയ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ, ക്ഷേമം എന്നിവ ഉറപ്പാക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന മുൻഗണനയാണെന്നും മഹാജൻ തന്റെ പ്രസ്താവനയിൽ ഉറപ്പു നൽകി. ഇന്ത്യൻ പൗരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കുന്നതിനായി പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ടെന്നും മേഖലയിൽ ഉടനീളമുള്ള ദൗത്യങ്ങളും പോസ്റ്റുകളും വിദ്യാർത്ഥികൾക്കും പൗരന്മാർക്കും നാവികർക്കും താമസക്കാരായ ഇന്ത്യൻ സമൂഹങ്ങൾക്കും പതിവായ വിവരങ്ങൾ നൽകിക്കൊണ്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.